തലസ്ഥാന നഗരിയിലെങ്ങും പൊങ്കാല അർപ്പിക്കാനെത്തിയവരുടെ തിരക്കാണ്. ആറ്റുകാലിൽ നിന്നും ശ്രീകുമാർ ചേരുകയാണ്. ശ്രീകുമാർ, പൊങ്കാല എങ്ങനെ പുരോഗമിക്കുകയാണ്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഷൈമ, ഒരു കാത്തിരിപ്പിന്റെ സമയമാണിത്. രാവിലെ 10:15 ഈ അടുപ്പുകെട്ട് കഴിഞ്ഞത്. അതിനുശേഷമുള്ള മണിക്കൂറുകളാണ്. ഇപ്പോൾ ഏതാണ്ട് എല്ലാ ചടങ്ങുകളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. 1:15 നിവേദ്യം അർപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ കാത്തിരിപ്പ്. അതിനു മുമ്പ് തന്നെ ഇന്നലെ മുതൽ വന്ന ആൾക്കാരാണ്, ഭക്തജനങ്ങളാണ്. അവർ വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ പൊങ്കാല ഇടുന്നത് വനിതകളാണെങ്കിലും അവർക്ക് വേണ്ട സൗകര്യങ്ങളുമായിട്ട് ഈ പുരുഷന്മാരടക്കമുള്ളവരുണ്ട്. അതുപോലെ തന്നെ സംഘടനകളുണ്ട്, മറ്റ് പ്രവർത്തകരുണ്ട്. അങ്ങനെ എല്ലാവരുടെയുമായ ഒരു കൂട്ടായ്മയാണ് ഈ പൊങ്കാലയുടെ വിജയം. അതോടൊപ്പം ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഇങ്ങനെ പൊങ്കാല അർപ്പിക്കാനായിട്ട് എത്തുന്നുണ്ട്. നമ്മോടൊപ്പം സിനിമാ താരം രാധ ചേരുകയാണ്. എങ്ങനെയുണ്ട് മാഡം, ഈ പൊങ്കാല സ്ഥിരമായിട്ട് വരാറുണ്ടോ? അതെ, ഇത്തവണ എത്രയോ വർഷമായിട്ട് ഇടുന്നുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ ബോംബെയിൽ സെറ്റിലായിരിക്കുമ്പോ അറിയാൻ പറ്റത്തില്ല കുട്ടികളുടെ സ്കൂൾ ടൈം. അതിനുശേഷം പൊങ്കാലയെ പറ്റി അത് പിന്നെ പതുക്കെ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വന്നതിന് ശേഷം കുറെ വർഷങ്ങളായിട്ട് ഇടുന്നുണ്ട്. ഇത്തവണ ആരൊക്കെയായിട്ടാണ് വന്നിരിക്കുന്നത്? ആക്ച്വലി ഞാനുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ഇവിടെയാണ് വന്നിടുന്നതെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് വന്നു. പിന്നെ എന്റെ മക്കൾ രണ്ടുപേരും ഉണ്ട്. തുളസി വന്നു, കാർത്തിക വന്നു. എന്റെ കാർത്തികയുടെ അമ്മായിയമ്മ കാസർഗോഡ് നിന്ന് ഫസ്റ്റ് ടൈം വന്നു. പിന്നെ എന്റെ കോ സിസ്റ്റർ ലാസ് ഉണ്ട്. എല്ലാരും ഉണ്ട്, മാക്സിമം ഉണ്ട്. പൊങ്കാല ഇടുന്നതിനുള്ള വ്രതം നോറ്റ് അങ്ങനെയാണോ? അതെ, 2 ദിവസം മുമ്പേ വെജിറ്റേറിയനും കാര്യങ്ങളൊക്കെ കഴിക്കും. പിന്നെ എന്താ പറയാ, അങ്ങനെ ഈ ഒരു ദിവസം പൊങ്കാല ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു വലിയ ഒരു നഷ്ടം പോലെ. പിന്നെ നമുക്ക് തോന്നും ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ എന്താണ് ഈ എക്സ്ക്യൂസ് പറയേണ്ട ആവശ്യം എന്താണെന്നൊക്കെ തോന്നും. സോ അതുകൊണ്ട് ഇത് ഇറ്റ്സ് മോസ്റ്റ് പ്യൂർ. സിനിമാ താരങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാവർക്കും വിശ്വാസമാണ്, പക്ഷെ സിനിമാ താരങ്ങൾക്ക് വലിയ വിശ്വാസമാണ് ആറ്റുകാലമ്മയെ, അല്ലേ? അതെ, ഇല്ല, എനിക്ക് 2 കാര്യം കൊണ്ടാണ് വിശ്വാസം. എന്ന് വെച്ചാൽ അറിയാലോ, ഞാൻ എപ്പോഴും തമിഴ് കൾച്ചർ എനിക്ക് ഈക്വലി മലയാളം പോലെ ഇഷ്ടമാണ്. സോ കണ്ണകി ചരിതം എന്നുള്ളത് എന്റെ ഒരു അമേസിംഗ് ഫീലാണ്. ഞങ്ങൾ ആ മൂവീസൊക്കെ 2 തലമുറകൾ അഭിനയിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു പടം ചെയ്യാൻ ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. സോ അതിനുശേഷം ഞാൻ ആറ്റുകാലമ്മയുടെ അടുത്ത് വരുമ്പോഴാണ് അറിഞ്ഞ, സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി, ഇത്ര ലേറ്റായിട്ട് ഞാൻ എങ്ങനെ അറിഞ്ഞു എന്ന്. സോ കണ്ണകിയുടെ മധുരാപുരി എരിച്ചതിന് ശേഷം വന്നതാണ് ആറ്റുകാലമ്മയെന്ന് പറഞ്ഞപ്പോ ഓ മൈ ഗോഡ് എന്നായി. സോ നമ്മൾ കുറെ വർഷങ്ങൾ അവിടെ താമസിച്ചില്ലേ തമിഴ്നാട്ടില്. പിന്നെ അങ്ങനെ ഓരോ സ്റ്റോറീസും ഒക്കെ കേട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആറ്റുകാലമ്മയുടെ ഒരു TV സീരിയൽ തന്നെ ചെയ്യാൻ. ഞാനൊരു ചാനലിനെ പോലും പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. സോ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് കണ്ണകി ചരിതം. എങ്ങനെയുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ പൊങ്കാല? എന്തോ പറയാൻ, എനിക്ക് ഓരോ തവണയും തോന്നുന്നത് എന്താണെന്നറിയോ, ഇനി അടുത്ത പൊങ്കാലയ്ക്ക് വേണ്ടിയാണ് ബാക്കി ഈ 364 ദിവസവും ഞാൻ ജീവിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ഫീല്. അമ്മയെന്ന് പറഞ്ഞാല് അമ്മ എന്നുള്ള ഒരു വാക്ക് തന്നെ, അതിപ്പം ഏതമ്മയാണെങ്കിലും, ഈവൻ ഞാൻ പറയട്ടെ, നമ്മുടെ ഓരോരുത്തരെയും നമ്മൾ പ്രായം നോക്കിയൊന്നുമല്ല ഇപ്പൊ അമ്മ എന്ന് വിളിക്കുന്ന. എല്ലാരും ഒരമ്മ സങ്കല്പം, ദേവി സങ്കല്പം, അത് നമ്മളിലങ്ങ് ഒരു എന്താ പറയണ്ട, ഒരു വികാരമാണ്, ഒരു നിറഞ്ഞു തുളുമ്പുന്ന ഒരു സ്നേഹത്തിന്റെ അലകടൽ. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ അമ്മ എന്നുള്ളൊരു വിശ്വാസം അതൊരു വികാരമാണ്. ആ ഒരു വികാരം അത് വിളിച്ചാൽ വെളിപ്പുറത്താണ്. അതാണ് എല്ലാവരും ഇങ്ങനെ എത്ര ബുദ്ധിമുട്ടിയായാലും ദൂരദേശങ്ങളിൽ നിന്നൊക്കെ പോലും ഈ കടുത്ത ചൂടിനെയും അവഗണിച്ച് ഈ അനന്തപുരി ഒരു യാഗശാലയാക്കി മാറ്റിക്കൊണ്ട് തന്നെയാണ് ഈ ഭക്തർ പൊങ്കാല അർപ്പിച്ചിരിക്കുന്നത്. ഷൈമ, ശരി, ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്.